ഓ അടിപൊളി സ്വർഗം. അടിപൊളി തണുപ്പാണ് കേട്ടോ. ശ്വാസം കിട്ടണല്ലോ പറയാനായിട്ട്. സഞ്ചാരികളുടെ പറുദീസ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളിന്നുള്ളത് പെട്ടിമുടിയിലാണ്. ഇന്നത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ പെട്ടിമുടിയിലെ കാഴ്ചകളാണ്. നമ്മൾ ഒറ്റക്കല്ല, കുറച്ച് ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന്. ഈ കാണുന്ന കയറ്റം കയറി വേണം നമുക്ക് പോകാനായിട്ട്. എന്താവുമെന്ന് അറിയാൻ പാടില്ല, നമുക്ക് പോവാം. ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കയറി പോകുന്നത് ശരിക്കും ഒരു മലയിലോട്ടാണ് കേട്ടോ. നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ. ഒരു വകയും കാണാൻ പാടില്ല, മൊത്തം കാടാണ്. പെട്ടിമുടിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ സൺറൈസ് തന്നെയാണ് കേട്ടോ. നമ്മൾ സൺറൈസ് കാണാനാണെങ്കിൽ വെളുപ്പിന് 6 മണിക്കെങ്കിലും മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ടാകും. നമുക്ക് സൺറൈസ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ലേറ്റായി പോയി. മഴ ആയതുകൊണ്ട് ഞങ്ങൾ ശരിക്കും ലേറ്റായിട്ടാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺറൈസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ പരമാവധി നേരത്തെ എത്താൻ പറ്റുമോ അത്ര നേരത്തെ തന്നെ എത്തിട്ടോ. അവിടെ നമ്മളെ കത്ത് ശംഭു നിൽപ്പുണ്ട്. ശംഭു അവിടെ ഉണ്ട്. വെങ്കി ബ്രോയാണ് കേട്ടോ വീഡിയോ എടുക്കണം. കുഴിയിലോട്ടൊക്കെ പോണ്ട്. നമുക്ക് ശംഭുവിന്റെ അടുത്തോട്ട് ശംഭുവിനെന്ന് പറയാനുണ്ട്. ശംഭു എന്താണ് പറയാനുള്ളത്? ശ്വാസം കിട്ടണല്ലോ പറയാനായിട്ട്. ക്യാമറയുടെ സ്പോൺസറാണ് എബി. പറയുമ്പോൾ ഇത്തിരി കുഴച്ചിലൊക്കെ വരും, കാരണം മല കയറിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറ സർവീസ്, ക്യാമറ സെയിൽ എന്നിവയെ ബന്ധപ്പെടുക. എബി ആ മുഖം ഒന്ന് കാണിച്ചു. ആ കാണുന്ന മലയിലോട്ടാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു കുപ്പി വെള്ളമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാര്യം നമ്മൾ നല്ലപോലെ ടയേർഡാവും. പിന്നെ നമുക്ക് ടയേർഡായി കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനായിട്ടാണെന്നുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. ഇതേപോലെ ചെറിയ ചെറിയ പില്ലറുകൾ കാണാൻ പറ്റും. അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുക എന്നുള്ള മാത്രം ഒരു ഓപ്ഷനുള്ളൂ നമ്മുടെ കയ്യിൽ. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ് കേട്ടോ ഇത്. കാരണം 2 സൈഡും നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് പതുക്കെ കയറി പോവാം. 6 മണിക്ക് മുമ്പായിട്ട് നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസും കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളിവിടെ വന്ന് ലേറ്റായി പോയി സൺറൈസ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ കയറിയത് മഴ സമയത്ത് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. കാര്യം നമ്മൾ കയറുന്ന സമയത്ത് ഒരു 3-4 പേര് മാത്രമേ ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ കയറിയതല്ല, ഇനി ഈ കാണുന്ന മല കയറാണ്ട്. ഒരു മല കയറിയിട്ടുള്ളൂ. വൈബ് പരിചയപ്പെടുത്താൻ വിട്ടുപോയി. നമ്മോട്ടത്തിലുള്ള പുതിയ ആൾക്കാരാണ്. ഗോപു, ആകാശ്, അരു. എന്നെ പിന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ചാനലിന് വേണ്ടിയിട്ട് ചെറുപറ ക്യാമറകളാണ് ഇറക്കിയിരിക്കുന്നത്. ബാഗിൽ മൊത്തം ക്യാമറ. സിമ്പിൾ, വെരി സിമ്പിൾ. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലം കൂടിയാണ്. പിന്നെ കുറച്ച് നേരം സമാധാനമായിട്ടൊക്കെ ഒന്ന് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്.
ഇപ്പം ഞാനിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് കൂടുതൽ ആൾക്കാർ വന്ന് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് കാണുന്നത്. പക്ഷേ ഇവിടുന്ന് നമുക്ക് ഈ കാണുന്നൊരു മല കൂടി കയറി പോകാനുണ്ട്. അതുകൂടി കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് നമ്മൾ എൻഡിങ്ങിലോട്ട് എത്തുള്ളൂ. അവിടെ നിന്നിട്ടാണ് ഈ സൺറൈസിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണേണ്ടത്. ഇവിടെ നിന്നാലും വ്യൂ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് കയറി എത്തിക്കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ കറക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഫൈനലി നമ്മളങ്ങനെ പെട്ടിമുട്ടിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടെല്ലാം മാറും. ഈ കാണുന്ന പാറയാണ് കേട്ടോ എൻഡിങ്. അപ്പോൾ ഇവിടെ വരുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോട നിറഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഈ പാറ എടുത്തോട്ട് കഴിഞ്ഞാൽ കൊക്കയാണ് ബാക്കി ഭാഗങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ വരുന്നവർ സൂക്ഷിക്കുക. വ്യൂ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ. ഭാഗത്തോട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നിൽക്കണം, അങ്ങോട്ടൊക്കെ പോവാം. കോട കാരണം ഫുള്ള് മൂടിക്കിടക്കാണ് ഈ ഒരു ഭാഗത്ത്. അതെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ആ സ്ഥലം? പറഞ്ഞോ. നമ്മോടത്തിയുള്ള നമ്മുടെ ബഡീസിനോട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചു നോക്കാം. അവർ പറയട്ടെ. ഓ അടിപൊളി, സ്വർഗം. അടിപൊളി, പിന്നെ സ്വർഗമാണ്, വർത്ത് ഇറ്റ്. കാരണം ഏറ്റവും കുറച്ച് സീനാണ് ഇങ്ങോട്ട് കയറി വരിക എന്നുള്ളത്. കാരണം ഞാനൊക്കെ നല്ലപോലെ വിഷമിച്ച് കയറി വരാൻ വേണ്ടിയിട്ട്. ടെൻ്റൊക്കെ അടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെട്ടിമുടിയുടെ മേളിൽ നിന്നുള്ള കാഴ്ചകൾ കേട്ടോ. അത് മാക്സിമം നമ്മൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മഴ നല്ലപോലെ പെയ്യുന്നതുകൊണ്ടൊക്കെ അധികം കിട്ടിയിട്ടുമില്ല. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ശമ്പ പറയും. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ അടിമാലി മൂന്നാർ റൂട്ടുണ്ടല്ലോ. അപ്പോൾ അടിമാലി കഴിഞ്ഞിട്ടൊരു ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡ് പൊക്കത്തേക്ക് കയറുന്ന ഒരു കോൺക്രീറ്റ് ഇട്ട വഴിയുണ്ട്, കുത്തിനുള്ള കയറ്റം. ഒരു 2 മലയും കയറി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക. വന്നെയാണെങ്കിൽ രാവിലെ ഒരു 6 മണി കൊള്ളിച്ച് വരണം. അപ്പോൾ എങ്ങനെ എന്തായാലും എവിടെ പോയാലും ഇവിടെ ഒരു മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വരിക, പെട്ടിമുടിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. എന്തായാലും വന്ന് കയറണമെന്നാണ് എല്ലാവരും പറയണത്. വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്തോ. അടിപൊളി സ്ഥലമാണ്. ശംഭുവിൻ്റെ ഫോട്ടോഷൂട്ടാണ് നടക്കണം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് ശംഭുവിൻ്റെ നമ്പറൊക്കെ ചോദിച്ച ആൾക്കാരോട് പറയാനുള്ളത് വേറെ കല്യാണം ഉണ്ടാവും, അതിനുള്ള ഫോട്ടോസാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പെണ്ണിന് കൊടുക്കാനുള്ള ഫോട്ടോസാണ്. അപ്പോൾ വീണ്ടും മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, ഇപ്പോൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. നല്ല വഴുക്കലാണ്. ഈ കാണുന്ന സ്ഥലത്ത് കൂടി ഇറങ്ങാൻ പോയാണ്. ഏറിയ പോലെ ഇറങ്ങണമല്ലേ. അടുത്ത മലക്കുമ്പോ വീട് പിടിക്കാൻ നോക്കട്ടെ. വീടല്ല, അടുത്ത ഡെസ്റ്റിനേഷൻ. അടുത്ത ഡെസ്റ്റിനേഷൻ ശംഭുവിന് മാത്രമേ അറിയാവുള്ളൂ. ഇപ്പോൾ ശംഭു പറഞ്ഞല്ലോ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോകണം, അത് അവന് മാത്രമേ അറിയാവുള്ളൂ. എവിടെയാണ് ശംഭു നമ്മൾ പോകണം? അതാണ് സർപ്രൈസ് ആണെന്നാണ് പറയണത്. എന്തായാലും നമുക്ക് പോവാം. ഇറങ്ങണതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെ വേണം നമ്മളും പോവാൻ. പാരഗന്റെ പവർ എന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ വന്നോളാം.
അടുത്ത എൻ്റെ ഊഴമാണ്. അയ്യോ, ഒരു വീഡിയോ എടുക്കാൻ എന്തൊക്കെ കഷ്ടപ്പാടാണ്. സൂപ്പർ. അതിന് പോകുമ്പാ പയ്യാന്നാ പോയി. നമ്മൾ കയറിപ്പോയപ്പോ ഈ ഒരു സ്ഥലം കണ്ടില്ല, പക്ഷെ ഇറങ്ങി വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. അടിപൊളി സ്ഥലം. ഇപ്പൊ നമുക്ക് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ രീതിയിലില്ലേ, നമുക്ക് ഈ നല്ല സീനറി, നല്ല വ്യൂ പോയിന്റ് ഉള്ള അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. നമ്മൾ പോയപ്പോൾ ശ്രദ്ധിച്ചില്ല, ഇറങ്ങി വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. അങ്ങോട്ടൊന്ന് കാണിച്ചു തരാം എന്താണ്. നമ്മൾ കയറിയ മലയെന്ന് പറയുന്നത് ആ കാണുന്നുണ്ടോ, ആ ഹൈറ്റ് ഉണ്ട്, അത് ഇത്രയും ഹൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഈ മല ഇതുവഴി കയറി പോയപ്പോഴും നമ്മൾ ഈ വ്യൂ പോയിന്റ് കണ്ടില്ല കേട്ടോ, ഇറങ്ങി വന്നപ്പോഴാണ് കണ്ടത്. അടിപൊളിയാ. എട്ടിലും വ്യൂ, എവിടെ നിന്നാലും വ്യൂ, എവിടെ പോയി നിന്നാലും വ്യൂ. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാലേ, നമ്മളിപ്പോ വന്ന സമയം എന്ന് വെച്ചാൽ മഴക്കാലോ, ഇപ്പോഴും മഴ അടിച്ചിട്ടുണ്ടെങ്കിൽ മഴ കാരണം ഞങ്ങൾക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോഗ് അടിച്ച് കയറിയിട്ടേ നമുക്ക് ഈ കാണാനൊന്നും പറ്റില്ല, കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല നിങ്ങൾ. അതാണ് പ്രശ്നം. അപ്പൊ കിട്ടുന്ന മാക്സിമം മഴയായിട്ട് നമ്മൾ എടുക്കാൻ പറ്റുന്നത് എടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇപ്പോഴും മഴയാണ്, അപ്പൊ നമ്മള് താഴ്ത്തോട്ട് കാണാം.